ഇത് രണ്ടാമത്തെ അറ്റാക്കാ. ഷുഗർ പേഷ്യന്റ് ആയതുകൊണ്ടാണ് ആദ്യത്തേത് അറിയാതെ പോയത്. ഇനി സൂക്ഷിച്ചേ പറ്റൂ. നിരന്തരമായുള്ള കച്ചേരിയും ദീർഘയാത്രയൊക്കെ പരമാവധി ഒഴിവാക്കിയേ പറ്റൂ. എങ്ങനെയുണ്ട്? പേടിക്കാനൊന്നുമില്ല, മയക്കത്തില്ല. ഞാൻ ഈ മരുന്നൊന്ന് വാങ്ങിട്ട് വരാം. നീ ഇവിടെ നിൽക്ക്, ഇത് ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. ദേ, അവര് നിന്നെ കാണാൻ വന്നതാ. ആ, ഇതാണ് മാഷിന്റെ മകൻ സൂര്യനാരായണൻ. എന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ചൊന്നും ആയിട്ടില്ല. കുറച്ച് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. പിന്നെ ഈ കച്ചേരിയും കാര്യങ്ങളും. അപ്പൊ പിന്നെ ഇയാളോട് പറഞ്ഞിട്ടെന്താ? എന്താ കാര്യം? ഈ സമയത്ത് പറയുന്നത് കൊണ്ട് വിഷമമൊന്നും തോന്നരുത്. കഴിഞ്ഞ മണ്ഡലകാലത്ത് കാട്ടുകുളങ്ങര ക്ഷേത്രത്തിൽ മാഷിന്റെ ഒരു കച്ചേരി ഞാൻ ബുക്ക് ചെയ്തിരുന്നു. ആ ബന്ധത്തിന്റെ പുറത്ത് മാഷ് എന്നോട് കുറച്ച് കാശ് കടായി ചോദിക്കുകയും ചെയ്തു. മകളുടെ വീടിന്റെ പണിക്കാന്നാ പറഞ്ഞത്. മാഷിന്റെ വിഷമം കണ്ടപ്പോ ഈ ജോയിയുടെ കയ്യിൽ നിന്നാ ഞാൻ 1.5 ലക്ഷം രൂപ വാങ്ങി മാഷിന് കൊടുത്തു. പലിശ മാഷ് കൃത്യമായിട്ട് തരുന്നുണ്ട്. പക്ഷെ മുതലിന്റെ കാര്യ പറഞ്ഞ ഡേറ്റും കഴിഞ്ഞു. ഞാൻ അച്ഛനോട് സംസാരിക്കാം. അച്ഛനോട് സംസാരിച്ചിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ നാട്ടിലെ ചെറിയ പലിശയ്ക്ക് പണം കൊടുത്ത് ജീവിക്കുന്ന ഒരാളാ. ഇപ്പൊ ശരിക്കും പെട്ടുപോയിന്ന് പറഞ്ഞാൽ മതിയല്ലോ. 1.5 ലക്ഷമാ. ഞാൻ എന്താന്ന് വെച്ചാ ചെയ്യാം. 4 കാശിന് വരുമാനം ഇല്ലാത്ത താൻ എന്ത് ചെയ്യുന്ന? ഉടനെ എന്തെങ്കിലും വഴി കണ്ടെത്തണം, അല്ലെങ്കിൽ പ്രശ്ന. എടതി ആയില്ലേ? ഡോക്ടർ എന്താ പറഞ്ഞത്? ഇന്ന് വൈകുന്നേരത്തോടെ ICU മാറ്റാന്നാ പറഞ്ഞത്. അവളാണെങ്കിൽ കിടന്ന കിടപ്പ. ഈ നേരം വരെ ചെലവാനും പോലും കഴിച്ചിട്ടില്ല. എന്റെ അച്ഛൻ എപ്പോഴാ വരിക മാമ? വരും. മാമനില്ലേ മോക്ക്? ഈശ്വര, എല്ലാം കൂടി ഒരുമിച്ച് താങ്ങാൻ വയ്യാതായല്ലോ എനിക്ക്. നമസ്കാരം. നമസ്കാരം. ഹോസ്പിറ്റലിലേക്കായിരിക്കില്ലേ? അതെ, ഞങ്ങൾ അവിടെ നിന്നാ വരുന്നത്. ICUലായതുകൊണ്ട് അച്ഛന് നേരിട്ട് കാണാൻ പറ്റിയില്ല. ഡോക്ടർ എന്താ പറയുന്നത്? കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. ഡോക്ടർമാർ അങ്ങനെ പലതും പറയും, പൂർണ്ണമായിട്ട് വിശ്വസിക്കണ്ട. മനസ്സിലായില്ല. ഞാൻ പുന്നൂസ് തരകൻ, ഇത് ദാസൻ. അച്ഛനെ കാണുന്നതിനേക്കാൾ പ്രാധാന്യം ഇപ്പൊ നിങ്ങളെ കാണുന്നതാ. സാധാരണ ഈടില്ലാതെ ഞങ്ങൾ ആർക്കും പണം കൊടുക്കാറില്ല. പക്ഷെ മാഷ് വന്ന് ചോദിക്കുമ്പോ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? 3 ലക്ഷം എടുത്തു കൊടുത്തത്. അതിലൊരു 50,000 രൂപ മാഷ് തിരിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ഇനിയും വരികയെ പലിശ അടക്കം 2.25 ലക്ഷം. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് പലിശ എനിക്ക് വേണമെന്നില്ല. പക്ഷെ മുതല് തിരിച്ചു തന്നേ പറ്റൂ. അത് സൂര്യൻ ഏൽക്കണം. ഇനിയിപ്പോ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് നിങ്ങളല്ലേ. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞങ്ങളെ കാശ് എപ്പോ തരാൻ പറ്റും? അതിപ്പോ ഇപ്പൊ തന്നെ തരണം നല്ല പറയുന്നത്. 1-2 ആഴ്ചക്കുള്ളിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാവും. എന്താ? അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ വരട്ടെ. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാടോ? കുറച്ചൊക്കെ മനോധൈര്യം വേണ്ടേ? നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ലക്ഷങ്ങൾ സമ്പാദിക്കായിരുന്നു. പക്ഷേ ഒരിക്കലും സംഗീതത്തെ ഒരു കച്ചവടച്ചരക്കായി കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്തായി? ജീവിതത്തിൽ ചില കടബാധ്യതകളൊക്കെ ഉണ്ടായി. ഇന്നത്തെ കാലത്ത് ഒരു വലിയ കുടുംബമൊക്കെ നടത്തിക്കൊണ്ടുപോകാന്ന് പറഞ്ഞാലേ ചില്ലറ കാര്യമൊന്നും അല്ലടോ. പിന്നെ തന്റെ അളിയൻ ദിവാരൻ ഗൾഫിൽ നിന്ന് വന്ന ശേഷം പല ബിസിനസ്സുകളും ചെയ്ത് കുറെ കടങ്ങൾ ഉണ്ടാക്കി വെച്ചില്ലേ? അതിൽ പലതും നിന്റെ അച്ഛൻ തന്നെയല്ലേ വീട്ടിൽ തീർത്ത്? എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. സാർ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലി എനിക്ക് അത്യാവശ്യം.
ഇനിയും ഞാൻ ഇറങ്ങി തിരിച്ചില്ലെങ്കിൽ ഒരു കൂട്ട ആത്മഹത്യ കാണേണ്ടി വരും. ഛേ, എന്താടോ ഇങ്ങനെയൊക്കെ? കച്ചേരികൾ കൊണ്ടൊന്നും ഈ ബാധ്യതകൾ തീർക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. നീ വിഷമിക്കാതിരിക്കെ. നിനക്കൊരു ജോലിയല്ലേ, കണ്ടെത്താം. പക്ഷേ അച്ഛനെ വിഷമിപ്പിച്ചുകൊണ്ടാവരുത് ഒന്നും. എല്ലാം അച്ഛനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം നീ. എന്താ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം? ഈ പ്രായത്തിലും അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് നോക്കി നിൽക്കാനല്ലാതെ ഒരു കൈ സഹായിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഞാനിങ്ങനെ ഇപ്പോഴൊരു കുട്ടിയെ പോലെ അച്ഛന്റെ തണലിൽ. എനിക്കൊരു ജോലി വേണ്ടേ? 4 കാശ് വരുമാനമുള്ളൊരു ജോലി. സംഗീതം കൊണ്ട് അച്ഛൻ ഇതുവരെ എന്ത് നേടി? കുറെ പൊന്നാടകൾ, പിന്നെ ആരാധകരെക്കാൾ കൂടുതൽ കടക്കാരും. സൂര്യ, നീ ആരോട് സംസാരിക്കുന്നറിയോ? അമ്മയ്ക്കറിയോ, അച്ഛൻ ആശുപത്രി കിടക്കുമ്പോ കാണാൻ വന്നവരൊക്കെ കടക്കാരാ. അച്ഛൻ കാശ് കൊടുക്കാനുള്ള കടക്കാര്. അവർക്ക് വേണ്ടത് കീർത്തനമല്ല അച്ഛാ, പണമാണ്. പണം. അച്ഛൻ എന്തിനായിരുന്നു ഈ ബാധ്യതകളൊക്കെ ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത്? എന്നിട്ട് അച്ഛൻ ഇങ്ങനെ നീറി കഴിയുമ്പോഴും ഞാൻ ഒരുത്തനോട് ഇങ്ങനെ കളിച്ച് ചിരിച്ച് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ. അച്ഛനെ കുറ്റപ്പെടുത്താനോ സങ്കടപ്പെടുത്താനോ വേണ്ടി പറഞ്ഞതല്ല. ഒരു ജോലി, അതിപ്പോ അത്യാവശ്യ. അതിന്റെ കാര്യങ്ങളൊക്കെ GK സാർ ഏറ്റിട്ടുണ്ട്. അച്ഛൻ എന്നെ തടയരുത്. അനുഗ്രഹിക്കണം.